നീ ഒന്ന് ഫോൺ എടുക്കണ്ട സ്വാതി. ഫോൺ എടുക്കുന്നില്ലല്ലോ അവള്. ഫോൺ ചിലപ്പോ ബാഗിലാവോ? ഒരു വായി നോക്കി കുറച്ച് നേരമായി നോക്കാൻ തുടങ്ങിയിട്ട് ഒരു ഓട്ട് പോലും കാണുന്നുമില്ല. സഞ്ജു വീണ്ടും വിളിക്കോ? ആ സഞ്ജു. ഹലോ സ്വാതി. സ്വാതി, എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു. നീ എവിടെയാ ഉള്ളത്? വീട്ടിലില്ലേ? ഞാനൊരു കൊറിയർ വാങ്ങാൻ ഇറങ്ങിയതാ. എന്ത് കൊറിയർ? അതൊരു പുസ്തകമാ. നീ കൊറിയർ സെന്ററിൽ എത്തിയോ? വണ്ടിക്ക് എന്തോ പ്രോബ്ലം ആയിട്ട് റോഡിൽ പെട്ടുപോയി. നീ എവിടെയാ? ഞാൻ അങ്ങോട്ടേക്ക് വരാം. മരപ്പാല റോഡിലാ. ഓക്കെ. നീ കാറിൽ കയറിയിരുന്നോ? ഞാൻ ഉടനെ അവിടെ എത്തും. ശരി സഞ്ജു. ശരി എന്നാ. സഞ്ജുവിന് കാറിലിരുത്തി വേണം ആൽബം വാങ്ങാൻ പോകാൻ. ലക്ഷ്മി, ലച്ചു, ലക്ഷ്മി, നീ കാറിൽ വന്ന് കേറ്. എവിടേക്കാ നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്? ചേച്ചിയുടെ അടുത്തേക്കാ? ഞാൻ വരില്ല. ലച്ചു, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. ഇനി ഞാൻ എന്ത് കേൾക്കാനാ? എത്രയും വേഗം എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോണം. എന്നെ തടയരുത്. എടോ സ്വാതിയെ ഞാൻ വിളിച്ചു. കാറ് ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുക. കൊറിയർ ഓഫീസിൽ അവൾ എത്തിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതിനു മുൻപ് നിന്നെ ഞാൻ കൊറിയർ ഓഫീസിൽ എത്തിക്കും. നീ ആൽബം വാങ്ങി സ്ഥലം വിടണം. ഞാൻ പോയി സ്വാതിയെ കൂട്ടിക്കൊണ്ടുവരാം. നീ ചെന്ന് കൊറിയർ വാങ്ങിയ കാര്യം അവർ സ്വാതിയെ അറിയിക്കും. സുരഭി സിസ്റ്ററിന്റെ വീട്ടിൽ ആൽബം എത്തിച്ച ശേഷം നീ വീട്ടിലേക്ക് വയ്ക്കൂ. വണ്ടി കയറ്. വന്ന് കേറ്. വാ. അടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് പോണം. സഞ്ജു, ഞാനൊരു ഓട്ടോ കയറി പോന്നു. നീ ഇപ്പൊ എവിടെയുണ്ട്? കൊറിയർ ഓഫീസിന്റെ മുന്നിലാ. സഞ്ജു ഇങ്ങോട്ട് വന്നാ മതി. ട്രാക്ക് ഓൺ കൊറിയർ. ഹലോ ഹലോ സ്വാതി. എന്താ? കോൾ കട്ടായി.
കൊറിയർ വല്ലതും വന്നിട്ടുണ്ടായിരുന്നോ? ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞു. അവളിനി പുറത്തു വന്നാൽ മാത്രം മതി. ആ ഞാനാ കുറച്ചു മുന്നേ വിളിച്ചത്. എന്റെ അനിയത്തിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. പേര് ലക്ഷ്മി, മംഗലശ്ശേരി വീട്. ആ വിളിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ വിലാസം എനിക്ക് ഓർമ്മയുണ്ട്. ചന്ദ്രകാന്തോന്നല്ലേ? ഇടയ്ക്ക് ബുക്കുകൾ വരാറില്ലേ? അതെ, അത് തന്നെ. ഞങ്ങളിപ്പോ തറവാട്ടിലെ താമസം. മംഗലശ്ശേരി എന്നാ അവിടുത്തെ വീട്ടുപേര്. ഇതെന്റെ അനിയത്തിക്കുള്ളതാ. എന്റെ ഫോൺ നമ്പർ ഇതിലുണ്ടല്ലോ. എന്നാ ശരി, താങ്ക്സ്. ചേച്ചി സ്വാതി, ചേച്ചി സ്വാതി, സ്വാതി, ചേച്ചി സ്വാതി, എന്റെ ചേച്ചി സ്വാതി, 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 കണ്ണു തുറക്കുമോ? സ്വാതി, ചേച്ചി സ്വാതി, എന്റെ കണ്ണു ചേച്ചി തുറക്ക് സ്വാതി. സ്വാതി, ചേച്ചി കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് ചേച്ചി. ചേച്ചി സ്വാതി, മോളെ സ്വാതി, സ്വാതി, സ്വാതി. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. സ്വാതി, സ്വാതി, ചേച്ചി 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 അയ്യോ, ചേച്ചിയുടെ അമ്മ വിളിക്കുന്നെ. കണ്ണ് തുറക്ക് ചേച്ചി. ചേച്ചി അമ്മൂനെ ഒന്ന് നോക്ക്. സ്വാതി, ചേച്ചിയുടെ അമ്മ വിളിക്കുന്നെ. എനിക്ക് ചേച്ചി, 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 അമ്മ ചേച്ചി അല്ലാതെ വേറെ ആരുമില്ല. ചേച്ചിക്ക് അമ്മൂനെ കാണണ്ടേ? ചേച്ചി, ചേച്ചി കണ്ണ് തുറക്ക ചേച്ചി, കണ്ണ് തുറക്ക. അമ്മൂനെ ഒന്ന് നോക്ക് ചേച്ചി. ചേച്ചി, ചേച്ചി, അമ്മ വിളിച്ച ചേച്ചി കണ്ണ് തുറക്കില്ലേ?
ചേച്ചി ചേച്ചി എന്റെ ചേച്ചിക്ക് ഒന്നും പറ്റില്ല. എന്റെ ചേച്ചിയെ ദേവി കാത്തോളും. ഈ അമ്മ വിളിക്കുന്നത് ചേച്ചി കേൾക്കുന്നില്ലേ? കണ്ണ് തുറക്ക് ചേച്ചി. ചേച്ചി 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 സഞ്ജു സഞ്ജു ചേച്ചി ചേച്ചി മതി. അയ്യോ എന്റെ ചേച്ചിക്ക് ഒന്നും പറ്റില്ല. ചേച്ചിയുടെ രാജകുമാരന്റെ കാർ ഓടിക്കുന്ന സഞ്ജു സ്വാതി, സഞ്ജു സ്വാതി, സഞ്ജു സഞ്ജു സ്വാതി, മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല. നമ്മളിപ്പോ അതേ ഹോസ്പിറ്റലിലെത്തും. ചേച്ചി അമ്മ ചേച്ചി 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 കണ്ണടക്കരുത്. ചേച്ചി കണ്ണടക്കല്ലേ? ചേച്ചി കണ്ണോർക്ക്. ചേച്ചി കണ്ണടക്കല്ലേ? അമ്മ എനിക്കൊരു ജീവിതം തരാൻ ചേച്ചിക്ക് ഇനി കഴിയില്ല. അയ്യോ സ്വാതി, മോളെ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. സ്വാതി, ചേച്ചി എന്നെ വിട്ട് എവിടെയും പോവില്ല. ചേച്ചി എന്നെ വിടില്ല. ചേച്ചി സ്വാതി, എന്നെ വിട്ടു പോവാൻ നിനക്ക് പറ്റില്ല സ്വാതി. സഞ്ജു സഞ്ജു ഞാൻ എന്റെ അനിയത്തെ സഞ്ജുവിനെ കയ്യിൽ ഏൽപ്പിക്കോ? എന്റെ അനിയത്തെ എന്റെ അമ്മയെ വിട്ട് കളയില്ലേ സഞ്ജു? ചേച്ചി ചേച്ചി അമ്മയെ സഞ്ജു ഒരു ജീവിതം കൊടുക്കണേ. ചേച്ചി എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ചേച്ചി സഞ്ജു ചെയ്യണം. അയ്യോ അമ്മ അമ്മ എന്റെ അനിയത്തിയ. ചേച്ചി അങ്ങനെയൊന്നും പറയല്ല ചേച്ചി. ചേച്ചി സ്വാതി, ചേച്ചി ചേച്ചി കഴുത്തില് താലി കിട്ടിയത് ആരാണെന്ന് അറിയാനല്ലേ ചേച്ചി പോയത്? ചേച്ചിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ കാരണം ഞാനാ. എനിക്ക് ചേച്ചിന്ന് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ചേച്ചി ഞാൻ പറയാം ചേച്ചി അന്വേഷിച്ചത് ആരെയാണെന്ന് ഞാൻ പറയാം. എന്റെ ചേച്ചിയോട് ഇനി ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയില് ഏറ്റവും കൂടുതൽ പാപം ചെയ്തവള് ഞാനായിരിക്കും. ചേച്ചി സ്വാതി, ചേച്ചി ചേച്ചി എന്റെ
ചേച്ചി എന്നോട് പൊറുക്കണേ ചേച്ചി. ചേച്ചി എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ചേച്ചിയുടെ രാജകുമാരന. ചേച്ചി 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 സ്വാതി, ചേച്ചി അയ്യോ മോളെ സ്വാതി, ചേച്ചി സ്വാതി, സ്വാതി. അയ്യോ ചേച്ചി ചേച്ചി കണ്ണു തുറക്ക് ചേച്ചി. അയ്യോ ചേച്ചി സ്വാതി, സ്വാതി. ലക്ഷ്മി, ലക്ഷ്മി. അയ്യോ സ്വാതി, ലക്ഷ്മി, ലക്ഷ്മി. ഓ, ഏതോ ഒരു സ്ത്രീയാ, പണിക്കർക്ക് കൊടുക്കാൻ പറഞ്ഞു. സംസാരത്തിലെ ഒരു ധിക്കാരം. ആരാ അധികാരി? ആ എന്താ പേരില്ലേ? അച്ഛാ ആ ഫോൺ വാങ്ങിച്ച് സംസാരിക്കും. ആർക്കറിയാം? ഗംഗാധര പണിക്കർ. മംഗലശ്ശേരിയിലെ കാരണവർക്ക് സുഖല്ലേ? എല്ലാ നിലയിലും പണിക്കർ വിജയിച്ചു നിൽക്കുമല്ലേ? പണിക്കർക്ക് ജീവിതത്തിൽ ആകെയുണ്ടായ നഷ്ടം ഏകപുത്രന്റെ ശവമടക്ക് കാണേണ്ടി വന്നതാ. നീ ആരാ? ഞാൻ ആരാണെന്ന് പറയാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. മക്കളെല്ലാവരും പണിക്കരുടെ കൂടെയുണ്ടെന്നറിയാം. ആ ഫോണിന്റെ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്തോളൂ, മക്കളെല്ലാവരും കേക്കട്ടെ. ആരാച്ചാ? മറഞ്ഞിരുന്ന് സംസാരിക്കാതെ നീ ആരാണെന്ന് പറ, എന്നിട്ട് നേരിൽ വാ. ഞാൻ വരും പണിക്കരെ, ക്ഷണിക്കാതെ തന്നെ വരും. മംഗലശ്ശേരിയിൽ കാലു കുത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങളെ മാത്രം ബാക്കി വെച്ച് നിങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയും ഒന്നൊന്നായി ഞാൻ കൊന്നു തള്ളും. അത് കണ്ട് നിങ്ങൾ നെഞ്ചു പൊട്ടിക്കരയണം. ധൃതരാഷ്ട്രരുടെ വിധിയാ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ജീവനോടെ ഇരുത്തി നീറ്റി നീറ്റി കൊല്ലും. മംഗലശ്ശേരിക്കാർക്ക് കൊല വിളിക്കാൻ നീ ആരാ? ധൈര്യമുണ്ടെങ്കിൽ നീ ആരാന്ന് പറ. ഓ, കാഞ്ചന, 27 വർഷം മുമ്പ് വീട് വിട്ടുപോയവൾ. മുകുന്ദന്റെ മോനെ കണ്ട് മോഹിച്ച് മകൾക്ക് ഭർത്താവായി കിട്ടാൻ നാണം കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. നിർത്തടി. ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാടി? എനിക്ക് സംസാരിക്കേണ്ടത് മംഗലശ്ശേരിയിലെ ഗംഗാധര പണിക്കരോടാ. അതിനിടയിൽ ആരും ശബ്ദിച്ചു പോകരുത്. കാഞ്ചനെ, പണിക്കരെ, നിങ്ങളുടെ കൊച്ചുമോൻ താലി കെട്ടാൻ നിശ്ചയിച്ച കൊച്ചുമോളുണ്ടല്ലോ, ശ്രീക്കുട്ടി. പാവം, ജീവിതം എന്തെന്നറിയുന്നതിന് മുമ്പ് അവൾ ഈ ലോകം വിട്ടുപോയി. കൊന്നു കളഞ്ഞു ഞാൻ.